റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനങ്ങൾ, അഭിനയം എന്ന് വേണ്ട എല്ലാം അശ്വന്ത് കോക്ക് എന്നുള്ള രീതിയിൽ കൂടെ. കാര്യം അശ്വന്ത് കോക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു രീതിയില്ല. കാര്യം ഏത് സിനിമ കണ്ടാലും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ആ സിനിമ കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുറേ സമയം അത്തരത്തിലുള്ള രീതിയിൽ ചെലവഴിക്കാനും സിനിമ ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇവരെ പോലുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നത് ഒരു പേപ്പറും പേനയായിട്ടാണ്. കാര്യം ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് കാണിച്ചത്, എന്താണ് എഴുതി കാണിച്ചത്, അല്ലെങ്കിൽ ആരാണ് കൈകൊണ്ടുള്ള ആക്ഷൻ കാണിച്ചത്, അല്ലെങ്കിൽ ആരാണ് ചുമച്ചത്, അല്ലെങ്കിൽ ചുമ ശരിയായോ, മമ്മൂക്ക തന്നെയാണോ ചുമച്ച, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെയാണോ കൈ കാണിച്ചത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ സിനിമയിലേക്ക് പോകുന്നത്. കാര്യം ഈ നിരൂപകനാണ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള നിരൂപകനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് പല വീഡിയോസിനകത്തും വന്നിരുന്നുകൊണ്ട് മിമിക്രി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനകത്ത് അദ്ദേഹം വന്നിട്ട് ടൊവിനോ തോമസിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളിൽ അദ്ദേഹം ചിണുങ്ങുന്നുള്ള രീതിയിൽ കൂടെ ഒക്കെ ചില മിമിക്രിയുടെ രീതി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒപ്പീനിയൻ പങ്കുവെക്കുന്ന ആളുകൾക്ക് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും ശരിയല്ല എന്ന് ഞാൻ പറയും. കാര്യം നമുക്കൊരു സിനിമ അല്ലെങ്കിൽ സിനിമയുടെ കഥയ്ക്കകത്തോ അല്ലെങ്കിൽ ആ കഥ തിരക്കഥയാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ സംഭാഷണം എഴുതുന്ന സമയത്തോ അതല്ലെങ്കിൽ അതിൻ്റെ സിനിമയിലേക്ക് വരുന്ന സമയത്തോ അത് ഡയറക്ഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് എപ്പോഴും ശരിക്കും വിലയിരുത്താം. കാര്യം എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ, ആ കഥാപാത്രത്തിന് യോജിക്കുന്ന രീതിയിലാണോ ആ നടൻ്റെ പ്രകടനം, അല്ലെങ്കിൽ ആ സംവിധായകന് അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം ആ കഥാപാത്രത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ, ആ കഥയ്ക്കും തിരക്കഥയ്ക്കും കെട്ടുറപ്പുണ്ടോ, സംഭാഷണങ്ങൾ ഒരു സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ പ്രത്യേകിച്ച് ആ സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ നിലവാരം നിലനിർത്തിക്കൊണ്ട് ഉള്ള രീതിയിലുള്ള സംഭാഷണമാണോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. അല്ലാതെ നമ്മളൊരു സിനിമ കാണുമ്പം ആ സിനിമയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു തിയേറ്ററിലേക്ക് പോകുന്നത്. ഇപ്പം അശ്വന്ത് കോക്കിൻ്റെ തന്നെ കഴിഞ്ഞ കാലത്തിലുള്ള റിവ്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കുക, മറ്റുള്ളവരെല്ലാം കുറ്റം പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന സിനിമകളെ അദ്ദേഹം നല്ല രീതിയിൽ പ്രശംസിച്ച് പറയുക. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം ഒരു 2-3 സിനിമകൾ ഏതാണ്ട് 1-2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിന് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒന്നും അല്ല, സാമാന്യം നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ആൾക്കാരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് ഒരു നടൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, ഞാൻ ആ നടൻ്റെ പേര് പറയുന്നില്ല, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വലിയ രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആ നടനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും അയാളുടെ മുഖത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നടനല്ല. അതായത് നമ്മൾ ചില രീതിയിൽ പറഞ്ഞാൽ ഒരു പടക്കം പൊട്ടിച്ചാൽ പോലും യാതൊരുവിധ എക്സ്പ്രഷനും വരാത്ത രീതിയിൽ ഒറ്റ മുഖത്തോടുകൂടി ഒറ്റ ഭാവത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അദ്ദേഹം നായകനായിട്ടുള്ള ആദ്യ സിനിമ മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പം ഏത് സിനിമ എടുത്താലും ഇപ്പോൾ അദ്ദേഹം പല സിനിമയ്ക്കകത്തും സഹനടൻ വേഷത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള ചില നടന്മാർ 100 കോടി ക്ലബിലേക്ക് എത്തത്തക്ക രീതിയിൽ വലിയ രീതിയിലേക്കുള്ള വളർച്ച നേടിയിട്ടും ഈ നടനെ കാര്യമായിട്ടുള്ള വളർച്ച നേടാൻ സാധിക്കാതെ പോയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനകത്തുള്ള പ്രശ്നം കൊണ്ടാണ്. കാര്യം അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സിനിമയ്ക്കകത്തും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല സിനിമകൾ എടുക്കുമ്പം ഏതാണ്ട് ഒരേ രീതിയിലുള്ള ഒരു സ്ലാങ് പിടിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്ത, പക്ഷേ ആ നടനെയും വളരെ വലിയ രീതിയിൽ പ്രശംസിച്ച് അശ്വന്ത് കോക്ക് പറയുന്ന ഒരു റിവ്യൂ കാണാനിടയായി. പക്ഷെ സ്വാഭാവികമായിട്ടും അന്ന് അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം വരുമ്പം എല്ലാ സിനിമകളും ഇപ്പം തരിവേട്ട എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എതിരഭിപ്രായം ഉള്ളവരും ഉണ്ട്, അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഒരു സിനിമയെ എല്ലാവരും പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരു സിനിമയെ കാര്യമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചെന്നും വരത്തില്ല. കാര്യം മനുഷ്യൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പം നരിവേട്ട ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. പക്ഷേ നമുക്കൊരു സിനിമയെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ആ സിനിമയുടെ പാകപ്പഴയെന്ന് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാൻ വരുമ്പം ഇപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ രീതിയിലുള്ള വേഷം അല്ലെങ്കിൽ കോലം കെട്ടിക്കൊണ്ടിരിക്കുക, മിമിക്രിയുടെ രൂപത്തിൽ പറയുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ സ്വാഭാവികമായിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവും. കാര്യം അവർക്ക് വളരെ രസകരമായിട്ട് തോന്നും. പക്ഷേ അത് പക്വതയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിവ്യൂ പങ്കുവെക്കുന്ന ഒരു റിവ്യൂവറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് മമ്മൂക്കയുടെ സിനിമയ്ക്കാണെങ്കിലും ലാലേട്ടൻ്റെ സിനിമയ്ക്കാണെങ്കിലും ഇനി ഒരാളുടെ സിനിമയ്ക്കാണെങ്കിലും
പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു കോമഡിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില മിമിക്രികൾ കാണിച്ചതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ അതിലേക്ക് ചെല്ലുന്നതെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും പറഞ്ഞ നമ്മൾ ഒരു ഫാൻസി ഡ്രസ്സൻ കോമ്പറ്റീഷന് വരുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മിമിക്രി കാണിച്ചുകൊണ്ടൊക്കെ അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടെ കാര്യഗൗരവത്തോടുകൂടി ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഉറ്റുനോക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരോട്, സിനിമാക്കാരോടെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ ചോദിക്കും, ഞാൻ ഇത്രയും രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്കെന്താ ബാധ്യത സിനിമാക്കാരോട്? കാര്യം ഞാൻ പൈസ കൊടുത്തിട്ട് ആ ടിക്കറ്റ് എടുത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ഞാൻ ആ ഒരു കാര്യത്തിന് അത് യോജിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണുന്ന, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന പ്രേക്ഷകരോട് അദ്ദേഹത്തിനൊരു ബാധ്യതയുണ്ട്. അപ്പം വളരെ കാര്യഗൗരവത്തോടു കൂടി ഇരുന്ന് അദ്ദേഹം ഒരു സിനിമയുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് അദ്ദേഹം ഒരു മുൻവിധിയോടുകൂടി ഒരു സിനിമയും കാണരുത്. കാര്യം തീർത്തും ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിലയിരുത്തുന്ന സമയത്ത് അതിനകത്തൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രസക്തിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്ന് സാധാരണ പ്രേക്ഷകനോട് തോന്നുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്.